CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യം വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതോടുകൂടി എല്ലാവർക്കും ക്ലിയറായി. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? CPM-നെ സംബന്ധിച്ചിടത്തോളം RSS-ഉമായി ഒരു കാലത്തും യാതൊരു തരത്തിലുള്ള സഹകരണവും യോജിപ്പും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാനും പോകുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് പിണറായിയും ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. RSS-നോടുള്ള നിലപാട് വളരെ വ്യക്തമാണ്. നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ, അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. RSS-ഉമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും ചോദ്യക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. ജമാഅത്തെ വിഷയമാണ് ചോദിച്ചത്. അപ്പോഴാണ് RSS-ഉമായി സഹകരിക്കേണ്ടി വന്നതിന്റെ അനിവാര്യതയെക്കുറിച്ച്, നെസസിറ്റിയെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അഭിമുഖാരം പറയുകയാണ്, ഇതിപ്പോ പറഞ്ഞ വിവാദമാകും. എന്ത് വിവാദം? ഞങ്ങൾക്കാരെയും ഭയമില്ല, ഒരു ഭയത്തിന്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ സഹകരണത്തിന്റെ അനിവാര്യത വിശദീകരിക്കുന്നു. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. അതിന്റെ സാഹചര്യം എന്താണ് എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? ആരാണ് വളച്ചൊടിച്ചത്? ആരും വളച്ചൊടിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ അതേപടി കൊടുത്തു. ഇന്നത് അബദ്ധമായപ്പോൾ അതിൽ വിശദീകരണമായി വന്നിരിക്കുന്നു. അത് RSS-ഉമായി ബന്ധപ്പെട്ടല്ല പറഞ്ഞത്, ജനസംഘവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞത് വിശദീകരിക്കുകയാണ്. അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ നടപടികൾക്ക് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ജനതാ പാർട്ടി ഗവൺമെന്റിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതേസമയം ജനതാ പാർട്ടിക്കകത്ത് RSS-കാരും അല്ലാത്തവരും തമ്മിൽ തർക്കമുയർന്നപ്പോൾ ദ്വയാംഗത്വ പ്രശ്നത്തിൽ CPIM ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. RSS-നെതിരായിട്ടുള്ള ജനതാ പാർട്ടിക്കകത്തുള്ള മതനിരപേക്ഷ വിഭാഗത്തിനോടൊപ്പമാണ് CPM നിലനിന്നിട്ടുള്ളത്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. RSS-ഉമായിട്ട് CPIM ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. അതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിന് മറുപടി പറയൂ നിങ്ങൾ. ഞാൻ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ മദ്രാസിൽ നിന്ന് ഇവിടം വരെ കെട്ടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. RSS-നോടുള്ള ഞങ്ങളുടെ CPM-ന്റെ അംഗീകൃതമായിട്ടുള്ള നിലപാട്, ആ നിലപാടിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. ആ നിലപാടിൽ വെള്ളം ചേർക്കുന്ന നിലയിൽ വല്ല നടപടിയും CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഇവിടെ സുന്ദരിയ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പാർട്ടിയുടെ നിലപാടും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൈകാര്യം ചെയ്ത വിഷയമാണ്, പാർട്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്മൃതി ഇപ്പോഴെന്തിനാണ് സുന്ദരയ്യയുടെ കത്ത് എടുത്തു കൊണ്ടുവരുന്നത്? അതാ നിന്റെ വിഷമം. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മുഖ്യമന്ത്രിയും ഇന്നലെ പ്രസ്താവന നടത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചരിത്രത്തിൽ ഒരു കാലത്തും RSS-ഉമായിട്ട് യാതൊരു സഹകരണവും ഉണ്ടായിട്ടില്ല. സഹകരണം ഉണ്ടായിട്ടുള്ളത് താങ്കൾ പറയൂ, സ്മൃതി പറയൂ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല, ഞാൻ മരുന്ന വിളിക്കേണ്ടതാണ്. പ്രശ്നമുണ്ടെങ്കിൽ അതല്ലല്ലോ, ചോദ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. RSS-CPM ബന്ധമെന്ന ചോദ്യം ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടില്ലല്ലോ. CP ജയരാജൻ ആ ചോദ്യം ഉന്നയിക്കാൻ ഇടയാക്കിയത് ആരാണ്? ജനതാ പാർട്ടിയിൽ ലയിക്കുകയും ചെയ്തു. ആ ജനതാ പാർട്ടിയുമായിട്ട് സഹകരിക്കാമോ ഇല്ലയോ? ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ടെന്ന് പരസ്യമായി പറയുന്നു. കത്തിന്റെ കാര്യം ഉദ്ധരിക്കേണ്ട കാര്യം എന്താണ്? ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ട്. അതിൽ RSS-ഉം ഉണ്ടായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? കോൺഗ്രസിനകത്തെ RSS-നെ കുറിച്ചല്ല MV ഗോവിന്ദൻ പറഞ്ഞത്. ഞങ്ങൾ സഹകരിച്ച കാലത്തെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ആരും ചോദിക്കാതെയാണ്. അതെന്തിനു പറഞ്ഞു? അത് നിലമ്പൂർ മുന്നിൽ കണ്ടല്ലേ? നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിരിക്കുന്ന നിങ്ങളുടെ ബോധോദയം ഭൂരിപക്ഷ വോട്ട് പിടിക്കാനുള്ള പ്രത്യേക തന്ത്രമാണോ ഇതിന് പിന്നിൽ? സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഞാൻ സ്മൃതിയോട് ചോദിക്കുന്നത്, CPM-ന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും കാലത്ത് RSS-ഉമായി സഹകരിക്കുകയോ യോജിച്ച് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം സ്മൃതിക്ക് പറയാനാവുമോ? രാജിവെച്ചതിൽ പറഞ്ഞ ആദ്യ കാരണം എന്താണ്? സഹകരിച്ചു എന്ന് പറഞ്ഞത് സഹകരിച്ചു എന്ന് പറഞ്ഞത് MV ഗോവിന്ദനാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ കോൺക്രീറ്റ് ആണ്. അത് ഞാൻ വളരെ കോൺക്രീറ്റ് ആണ് ഞാൻ മറുപടി പറയുന്നത്. MV ഗോവിന്ദന്റെ വാചകങ്ങളാണ് ഞാൻ എടുത്ത് കാണിച്ചത്. ആദ്യം ഞാൻ ചോദിക്കുന്നത് MV ഗോവിന്ദനാണ് പറഞ്ഞത് സഹകരിച്ചുവെന്ന്. മാഷ് ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, അതിങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ ക്ലിയർ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് മാധ്യമ അജണ്ടയാണെന്ന് എങ്ങനെ പറയും? അത് മാധ്യമപ്രവർത്തകർ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കൂ, ഇത് വിവാദമാകും, എന്ത് വിവാദം, പേടിക്കാനില്ല എന്ന് പറഞ്ഞ് വീണ്ടും അത് ആവർത്തിക്കുകയാണ്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഇന്നിപ്പോൾ ഒരു കാര്യവുമില്ലാതെ പിണറായി വിജയന് RSS വിരുദ്ധമായി കുറെ നേരം സംസാരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണല്ലോ. എന്ത്, എപ്പോൾ, എങ്ങനെ പറയണമെന്നുള്ള രാഷ്ട്രീയ ബോധ്യം വേണം എന്ന് വിനോദ് വിശ്വം പറഞ്ഞത് മാധ്യമങ്ങളോടല്ല. ശ്രീ പി ജയരാജൻ, എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നിന്നെയൊക്കെ തീറ്റിപ്പൂച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ. CPM-നെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ജനാധിപത്യപരമായിട്ടാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അർദ്ധ ഫാസിസ്റ്റ് ഭീകരത രാജ്യത്ത് നടപ്പാക്കിയപ്പോൾ എന്തൊക്കെ അതിക്രമങ്ങളാണ് ഈ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് പോലെ ജനാധിപത്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കും. പക്ഷേ ജനാധിപത്യത്തെ ഈ വിധം കശാപ്പ് ചെയ്തിട്ടൊരു പാർട്ടി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ? നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഒരു ആപത്തായി കാണുന്നത്. എപ്പോ ന്യൂനപക്ഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വർഗീയ പ്രസ്ഥാനത്തെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് CPI-യും ഇടതുപക്ഷവും തീരുമാനിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഒരു വർഗീയ ആക്രമണം എന്ന് പറയാമോ? സാഹചര്യത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? ശരിയാണോ? ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഒരു വർഗീയ ആക്രമണം അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാം. ഒരു മതരാഷ്ട്ര പ്രസ്ഥാനമാണ്. മതരാഷ്ട്ര പ്രസ്ഥാനം മുമ്പുമായിരുന്നു. വർഗീയ നിങ്ങളെ പിന്തുണയ്ക്കുമ്പോഴും അത് മതരാഷ്ട്ര ആക്രമണത്തിന്റെ പ്രസ്ഥാനമായിരുന്നു. ഹുക്കുമത്തെ ഹുക്കുമത്തെ അന്നുമായിരുന്നു. 96-ൽ നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ഹുക്കുമത്തെയാണെന്നേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ലീഗിനെ പറ്റി കോൺഗ്രസ് എടുത്ത നിലപാട് പിന്നീട് അങ്ങ് ജമാഅത്തെ ഇസ്ലാമിൽ പറയൂ. വ്യക്തത വരുത്തു ശ്രീ പി ജയരാജൻ. അങ്ങൊരു മുതിർന്ന നേതാവല്ലേ? കാരണം ഇതിലെപ്പോഴും ഒരു കൺഫ്യൂഷൻ നിൽക്കും. താങ്കൾ ഈ അവസാന നിമിഷം ഒന്ന് വ്യക്തത വരുത്തു ദയവ് ചെയ്ത്. നിങ്ങളെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, UDF-നെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, എന്താണ് ആ വ്യത്യാസം? ഒന്ന് ചൂണ്ടിക്കാട്ടൂ. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ലീഗിനോട് കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിന്ന് പിന്നെ എങ്ങനെയാ കോൺഗ്രസ് മാറിയത്? എതിർത്ത് നശിപ്പിക്കുമെന്നാ നെഹ്റു പറഞ്ഞത്. ചത്ത കുതിരിയാണെന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരുന്ന അവസരത്തിൽ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഇപ്പോ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് RSS BJP ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യത്തിന്റെ മേലെ പല നിലക്കും ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും ശക്തമായി എതിർക്കണം എന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, ഫുൾ ശരി. മുസ്ലിം പച്ചക്കൊടി പോലും ഞാൻ ഈ കാലത്ത് ഇപ്പോ തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? വയനാട്ടിൽ പ്രിയങ്ക മത്സരിച്ചപ്പോ, നേരത്തെ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോ ലീഗിന്റെ പച്ചക്കൊടി പോലും ഉത്തരേന്ത്യയിൽ കാണിക്കാൻ വേണ്ടി പാടില്ല എന്നതുകൊണ്ട് ലീഗുകാരെ കൊണ്ട് ബലൂൺ പിടിപ്പിച്ചവരായി കോൺഗ്രസ്. കാണിക്കാൻ പറ്റാത്ത രാജ്യത്തെ ആ സാഹചര്യത്തെ എണീറ്റ് വരണ്ടേയിരുന്നു. മതരാഷ്ട്രമെന്ന് പരസ്യമായി പറയുന്നത് RSS ആണോ ജമാഅത്തെ ആണോ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ, അങ്ങ് PDP-യുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമല്ലേ അങ്ങയുടെ പുസ്തകം പിണറായി വിജയൻ പ്രകാശനം ചെയ്തത്? അതിൽ മദനി എങ്ങനെയാണ് ഇവിടെ തീവ്രവാദം വളർത്തിയെന്ന് പറയുന്നത്? അതേ സംവിധാനവുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് അവരിപ്പോൾ അങ്ങനെയല്ല, ഞങ്ങളെ സഖാക്കളെ കൊന്നവരാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നു. ഇത് എന്ത് വിശദീകരണമാണ്? എന്റെ പുസ്തകം സ്മൃതി വായിച്ചോ? ഞാൻ ആ ഭാഗം വായിച്ചു, മുഴുവനായി വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചോളാം. ആദ്യഘട്ടത്തിലുള്ള വിമർശനം വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ എന്നെ പറ്റി വിമർശനം ഉന്നയിക്കില്ല. കാരണം മദനിയെ പറ്റി ആദ്യകാലത്ത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വരുത്തി എന്നും എന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കരമായ ആള്. 2019 മുതൽ UDF-നെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ലേ ശ്രീ പി ജയരാജൻ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി തൊട്ടുകൂടാൻ പറ്റാത്തവരായത്? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണോ? അപ്പൊ 96 മുതൽ നിങ്ങളുമായി സഹകരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? അതൊന്നും എനിക്കറിയാൻ മേല. രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വന്ന മാറ്റം പരിഗണിച്ചുകൊണ്ട് മതരാഷ്ട്രവാദികളുടെ ശക്തമായിട്ടുള്ള നിലക്കുള്ള എതിർപ്പ് നാം രേഖപ്പെടുത്തണം. അതാണ് ഇന്ത്യൻ മതനിരപേക്ഷ അറിയാമല്ലോ. ഇപ്പോൾ CPM-നെ മാവോയിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും? അത്തരത്തിലുള്ള വ്യത്യാസം അവർക്കിടയിലുമുണ്ട്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.